10 പൈസ കയ്യിലില്ലാത്തവനാ പ്രേമിക്കാൻ ഇറങ്ങിയേക്കുന്നത്. എല്ലാം എന്റെ തെറ്റാ. ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ കൊമ്പത്തെ രാജാവാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് കയ്യിലൊരു 100 രൂപ പോലും തികച്ചെടുക്കാനില്ലാത്ത എച്ചിയാണ് നീയെന്ന്. ഇനി മേലാൽ എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചു പോവരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. കടുത്ത ദേഷ്യത്തോടെ സംസാരിച്ച ആ പെൺകുട്ടി തനിക്ക് മുന്നിൽ അപമാനിതനായി നിൽക്കുന്ന യുവാവിനെ പിടിച്ച് തള്ളിയതും അവൻ തറയിലേക്ക് വീണു. ആ വീഴ്ചയിൽ അവന്റെ കണ്ണട തെറിച്ചു വീണു. ആളുകളുടെ ശ്രദ്ധ അവരിലേക്ക് എത്തുന്നുണ്ടെങ്കിലും എല്ലാവരും അവരവരുടേതായ ലോകത്തായത് കാരണം ഇടപെടാനൊന്നും ചെന്നില്ല. അവൻ പതിയെ അവിടെ ഇഴഞ്ഞു നടന്ന് തന്റെ കണ്ണടയ്ക്ക് വേണ്ടി തിരഞ്ഞു. അതിൽ നിന്ന് ആ പയ്യന് കണ്ണടയില്ലാതെ കാഴ്ചകൾ അവ്യക്തമാണ് എന്നത് വ്യക്തമാണ്. ആ പെൺകുട്ടിയുടെ മുഖത്ത് അപ്പോഴും ഒരു നിസ്സംഗഭാവമാണ്. കോഴിക്കോട് ടൗണിലെ ഒരു പ്രശസ്തമായ കഫേയിലിരിക്കുകയാണ് പ്രണയിതാക്കളായ ദിവ്യയും കണ്ണനും. പണക്കാരനായ ഒരാളെ പങ്കാളിയാക്കണമെന്ന ദിവ്യയുടെ ആഗ്രഹത്തിന് മേലേറ്റ അടിയായിരുന്നു കണ്ണനുമായുള്ള ബന്ധം. അത്യാവശ്യം നല്ല നിലയിലുള്ള ജോലി ചെയ്യുന്ന കണ്ണൻ അതിലൂടെ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടെന്നായിരുന്നു ദിവ്യ കരുതിയിരുന്നത്. കണ്ണൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് പ്രണയത്തിൽ വീഴ്ത്തിയെന്ന് പരാതി പറയുകയാണ് ദിവ്യ. ദിവ്യ, തനിക്ക് എങ്ങനെയാണോ എന്നോട് ഇങ്ങനെ പെരുമാറാൻ തോന്നേ? നോക്ക്, ഞാൻ ഏതായാലും ഒരുപാട് കാശ് സമ്പാദിക്കും. എന്നെയൊന്ന് വിശ്വസിക്ക്. കഴിഞ്ഞ കുറെ കാലം നീ ഇത് തന്നെയല്ലേ പറയുന്നേ? എന്നിട്ട് എന്ത് തേങ്ങയാ നീ ഉണ്ടാക്കിയത്? ഇതൊന്നും നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. നിന്നെ പോലൊരു കിഴങ്ങന് ഇതിന്റെ അപ്പുറം ഒന്നും നടക്കാൻ പോണില്ല. ദിവ്യ പറയുന്നത് കേട്ട് കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദിവ്യയെ അവൻ അത്രയേറെ ഇഷ്ടമായിരുന്നു. അവൾക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യുമെന്നുള്ള സ്റ്റേജിലാണ് കണ്ണൻ. ദിവ്യ മോളെ, എനിക്കുള്ളതല്ല ഞാൻ നിനക്ക് തന്നേക്കാം. പ്ലീസ് എന്നെ വിട്ട് പോവാണെന്ന് മാത്രം പറയല്ലേ. ദിവ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവളുടെ വാക്കുകളിൽ മുഴുവൻ അവനോടുള്ള പുച്ഛവും അവഗണനയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തരാൻ നിന്റെ കയ്യിൽ എന്തോ ഉള്ളത്? അവനെല്ലാം തരും പോലും. എടാ, അറ്റ്ലീസ്റ്റ് ഇന്നേ വരെ നീ എന്നെ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ഡിന്നറെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? എന്നിട്ടവൻ ഡയലോഗ് പറയാൻ വന്നേക്കുന്നു. നീ വെറും ഊളയാണ് കണ്ണ, കൊള്ളൻ. നിന്റെ മുഖത്ത് നോക്കി പിച്ചക്കാരനെന്ന് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. നിന്റെ കൂടെ ജീവിച്ച് എന്നെയും കൂടെ നീ നിന്നെ പോലെ ആക്കരുത്. പിച്ച തേണ്ടി ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നിനക്ക് പണമാണോ ദിവ്യ എല്ലാത്തിലും വലുത്? നമ്മുടെ സ്നേഹം പണത്തിന് മുന്നിൽ ഒന്നുമല്ലേ നിനക്ക്? അതെ, അതിലിപ്പോ എന്താ തെറ്റ്? നിന്റെ സ്നേഹം പുഴുങ്ങി തിന്നാ ഞാൻ ആഗ്രഹിക്കുന്ന പോലൊന്നും എനിക്ക് ജീവിക്കാൻ ഒക്കില്ല. അവന്റെ ഒരു കോപ്പിലെ പ്രേമം കൊണ്ട് വല്ല കുപ്പത്തൊട്ടിയിലും കളയടാ. എന്നെ പ്രേമിക്കാനുള്ള എന്ത് അർഹതയാടാ നിനക്കുള്ളത്? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാ പ്രേമിക്കാൻ നടക്കുന്നത്, അതും എന്നെ. ദിവ്യ പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. എന്റെ പൊന്ന് കണ്ണ, ഏതെങ്കിലും ചെറ്റക്കുടലിലിരുന്ന് കിട്ടാതെ പോയ നല്ല ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കരയുന്നതിലും നല്ലത് ഏതേലും ഒരു ലക്ഷറി കാറിലിരുന്ന് കരയുന്നതാ. എനിക്കിനി നിന്നോട് ഇങ്ങനെ തർക്കിക്കാൻ സമയമില്ല. പിന്നെ നീ എനിക്ക് തന്ന ഈ റിങ്, ഇത് നിന്നെ പോലെ തന്നെ ഒന്നിനും കൊള്ളാത്തതാവുമല്ലോ അല്ലേ? കയ്യിൽ വെച്ചോ. ഇനി എന്റെ ജീവിതത്തിലേക്ക് തലയിടാൻ വന്നേക്കരുത്. ഗുഡ് ബൈ. ദിവ്യ തന്റെ വിരലിൽ കിടന്ന മോതിരമെടുത്ത് കണ്ണന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. കണ്ണനെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് അവൾ നടന്നകലുമ്പോൾ കണ്ണൻ തന്റെ പൊട്ടിപ്പോയ കണ്ണടയെടുത്ത് മുഖത്ത് വെച്ചു. ആ ഒരു മോതിരം വാങ്ങാൻ അവനെടുത്ത കഷ്ടപ്പാടുകൾ മുഴുവൻ ഒരു സിനിമയിലെന്നതുപോലെ അവന്റെ മുന്നിൽ തെളിഞ്ഞു. വിങ്ങിപ്പൊട്ടുന്ന മനസ്സും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി കണ്ണൻ ഹൃദയം തകർന്നു നിന്നു. പെട്ടെന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണന്റെ ശബ്ദമുയർന്നത്. ദിവ്യ അറിയാതെ തന്നെ അവിടെ തറഞ്ഞു നിന്നുപോയി. അവന്റെ സ്വരത്തിലെ ദേഷ്യം തിരിച്ചറിഞ്ഞ ദിവ്യ തിരിഞ്ഞു നിന്നപ്പോൾ തനിക്ക് തൊട്ടുമുന്നിൽ ദേഷ്യത്തോടെ വന്നു നിൽക്കുന്ന കണ്ണനെ കണ്ട് ഞെട്ടി. നീ എന്താ എന്നെ വിളിച്ചേ? ഊളയെന്നോ? ഞാൻ കള്ളനാണെന്നോ? അപ്പൊ പിന്നെ നീ ആരാടി? മദർ തെരേസയ്ക്ക് ഗാന്ധിജിയിലുണ്ടായ നല്ലവളായ പെണ്ണോ? ദിവ്യയ്ക്ക് നല്ല ദേഷ്യം വന്നപ്പോൾ അവൾ അവനെ ചോദ്യം ചെയ്യാൻ മുതിർന്നു. പക്ഷെ അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കണ്ണൻ അവളെ തടഞ്ഞു. നീ എന്താ പറഞ്ഞേ? നിന്നെപ്പോലെ ഒരാളെ സ്നേഹിക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ലെന്നല്ലേ? അതിപ്പോ എങ്ങനെ? അല്ല, നീ ഇപ്പം ഇട്ടിരിക്കുന്ന ബസാറിൽ ഏറ്റവും വില കുറഞ്ഞ ഇതേപോലത്തെ ഡ്രസ്സ് മേടിക്കാനൊക്കെ എൻ്റെ കയ്യിൽ കാശുണ്ട് കേട്ടോ. പിന്നെ നീയിപ്പോൾ ഇട്ടേക്കണ സെക്കൻഡ് ഹാൻഡ് ചീപ്പ് മേക്കപ്പ് സെറ്റ് മേടിച്ചു തരാനും എനിക്ക് പറ്റും. വെറുതെ വായി തോന്നിയത് വിളിച്ചു പോവാൻ നിൽക്കണ്ട. കണ്ണൻ ദിവ്യയെ മിണ്ടാൻ സമ്മതിക്കാതെ തടഞ്ഞുകൊണ്ട് തുടർന്നു. ഞാൻ സത്യല്ലേ ദിവ്യ പറഞ്ഞേ? ആദ്യം നീ ഒരു ഊളയല്ലെന്നും കള്ളിയല്ലെന്നും തെളിയിച്ചിട്ട് വേണ്ടേ എന്റെ മണ്ടയ്ക്കോട്ട് കയറാൻ? മര്യാദയ്ക്ക് വായ അടച്ചോ, ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? ഓ, നിന്റെ കയ്യിലിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബാഗ് വെച്ച് എന്നെ തല്ലുമായിരിക്കും അല്ലേ? വാങ്ങുമ്പോൾ നോക്കി വാങ്ങണ്ടേ ദിവ്യേ? ഇതിപ്പോൾ നോക്കിയേ, ആ ബ്രാൻഡിന്റെ പേരൊക്കെ തലതിരിച്ചാ കൊടുത്തേക്കണേ. കണ്ണന്റെ ശബ്ദമുയർന്നപ്പോൾ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി. ആളുകൾക്ക് മുമ്പിൽ അപമാനിക്കപ്പെട്ട സങ്കടത്തിലും ദേഷ്യത്തിലും കണ്ണനെ ഒന്ന് നോക്കി അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിക്കളഞ്ഞു. അപ്പോഴാണൊരു വെയിറ്റർ അങ്ങോട്ട് ചെന്ന് കണ്ണനോടൊന്ന് സെൽഫ് കൺട്രോൾ ചെയ്യാനും
അവൻ്റെ ശബ്ദം മറ്റുള്ള കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്നും പറയുന്നത്. ഒന്നുകിൽ അവിടെ നിന്ന് പോവുകയോ അതല്ലെങ്കിൽ സ്വന്തം സീറ്റിലേക്ക് മടങ്ങുകയോ ചെയ്യാൻ വെയിറ്റർ അവനോട് ആവശ്യപ്പെട്ടു. തൻ്റെ ദാരിദ്ര്യത്തിൻ്റെയും അതിൻ്റെ പേരിൽ താൻ അനുഭവിച്ച അപമാനവും അവൻ്റെ നെഞ്ചിലെ ഭാരം കൂട്ടി. ദിവ്യ വലിച്ചെറിഞ്ഞിട്ട് പോയ ആ മോതിരം കയ്യിലെടുത്ത് അവൻ ആ ടേബിളിൻ്റെ മേലെ വെച്ചു. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവോ? രണ്ടാമതൊരു ചിന്ത പോലും ഇല്ലാതെ ദിവ്യ ഞാൻ എത്രയും സ്നേഹത്തോടെ കൊടുത്ത മോതിരം വലിച്ചെറിഞ്ഞത്. ആലോചിച്ചിരിക്കവേ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അതിനിടയിലാണ് കണ്ണന് തൻ്റെ കയ്യിൽ വല്ലാത്ത വേദന തോന്നിയത്. നോക്കിയപ്പോൾ അതാ മോതിരത്തിലെ കല്ലിൽ നിന്നുമാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ബോധം നഷ്ടപ്പെട്ട കണ്ണൻ തറയിലേക്ക് വീണു. കണ്ണൻ വീണത് കണ്ട് ആളുകൾ ഓടിക്കൂടി. അവന് സൈലന്റ് അറ്റാക്ക് വന്നതായിരിക്കാമെന്ന് ഓടിക്കൂടിയവർ അനുമാനിച്ചു. പോസ്റ്റ് കോവിഡ് കേസുകളിൽ മിക്കതും ഇപ്പോഴിങ്ങനെയാണ്. ആരൊക്കെയോ ഡോക്ടറെ വിളിക്കാൻ പറയുന്നുണ്ട്. തങ്ങളുടെ കമ്പനിയുടെ സൽപ്പേരിനെ ബാധിക്കുമെന്ന ഭയത്തിൽ മാനേജർ അപ്പോൾ തന്നെ ഓടി വന്നു. ഈ മനുഷ്യനെ കൊണ്ട് വല്ലാത്ത തൊല്ലയാണല്ലോ. എല്ലാവരെയും ഒച്ച വെച്ച് ശല്യം ചെയ്ത് ഇപ്പോൾ ഇത് അടുത്ത തലവേദന. പോലീസ് എങ്ങനെ വന്നാൽ അതും നമ്മുടെ തലയിലാവും. മാനേജർ പറയുന്നത് കേട്ടപ്പോൾ വെയിറ്റർ പയ്യൻ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് കണ്ണൻ്റെ മുഖത്തേക്ക് കുടഞ്ഞു. പക്ഷെ കണ്ണൻ എഴുന്നേറ്റില്ല. അതോടെ അവൻ തട്ടിപ്പോയെന്ന് പോലും അവരോർത്തു. പെട്ടെന്നാണ് കണ്ണനൊന്ന് ഞരങ്ങിയത്. മാനേജറിന് അപ്പോഴാണ് ശ്വാസമൊന്ന് നേരെ വീണത്. എന്നാൽ തനിക്ക് മുന്നിലെ കാഴ്ചകളിലേക്ക് കണ്ണു തുറന്ന കണ്ണൻ അമ്പരപ്പോടെ കണ്ണുമിഴിച്ചു. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവനൊന്നുകൂടി കണ്ണുകളൊക്കെ തിരുമ്മി ചുറ്റും നോക്കി. ഒരു വേള താൻ ഇനിയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ലേ എന്ന് പോലും അവൻ സംശയിച്ചു. ഇവരൊക്കെ എന്തുവാ തുണിയില്ലാതെ നിൽക്കുന്നത്? കണ്ണൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. കാരണം അവൻ്റെ കണ്ണുകൾക്ക് അവൻ്റെ മുന്നിൽ നിൽക്കുന്നവരുടെ ദേഹത്തെ വസ്ത്രങ്ങളൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണൻ അപ്പോഴും കണ്ണുമിഴിച്ച് ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. ബോധം വന്ന കണ്ണൻ എല്ലാവരെയും അന്തം വിട്ടതുപോലെ നോക്കുന്നത് കണ്ടപ്പോഴാണ് മാനേജർക്ക് ശ്വാസം നേരെ വീണത്. അയാൾ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് വെയിറ്റർ പയ്യനോട് കണ്ണനെ എഴുന്നേൽപ്പിച്ച് കസേരയിലേക്ക് ഇരുത്താൻ ആവശ്യപ്പെട്ടു. അവന് ബോധം വന്നെന്ന് കണ്ടപ്പോൾ അവന് ചുറ്റും കൂടി നിന്നവരൊക്കെ തങ്ങളുടെ സീറ്റുകളിലേക്ക് തിരിച്ചു നടന്നിരുന്നു. കണ്ണനെ ആ പയ്യൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് കസേരയിലേക്ക് ഇരുത്തി. കണ്ണൻ അപ്പോഴും തൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകളെ കിളി പോയതുപോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൻ മാനേജരോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ഒരു സുന്ദരിയായ പെൺകുട്ടി വാതിൽ കടന്ന് അകത്തേക്ക് വരുന്നത് കണ്ടത്. കണ്ണന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായിപ്പോയി. ആ പെൺകുട്ടിയുടെ ഫിഗർ കണ്ടപ്പോൾ നോക്കാതിരിക്കാനും കഴിയുന്നില്ല. കണ്ണൻ കൂടുതൽ ശ്രദ്ധിച്ച കാര്യം താനിപ്പോൾ കണ്ണടയില്ലാതെയാണ് കാഴ്ചകൾ കാണുന്നത്. പൊട്ടിയ കണ്ണട വെക്കുമ്പോൾ എല്ലാം മങ്ങിയിട്ടാണ് കാണുന്നത്. എന്നാൽ കണ്ണട മാറ്റുമ്പോൾ മറ്റാരും കാണാത്ത കാഴ്ചകളും കാണാം. കണ്ണൻ്റെ നോട്ടം കണ്ടിട്ടാവണം ആ പെൺകുട്ടി നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ തുറിച്ചു നോക്കി. എന്താടാ പട്ടി ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെ നോക്കുന്നേ? നിനക്കൊന്നും വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലടാ? കണ്ണൻ അപ്പോഴും ബോധമില്ലാത്തതുപോലെ അവളെ അടിതൊട്ട് മുടി വരെ നോക്കിയിരിക്കുകയാണ്. അവൻ മറുപടിയൊന്നുമില്ലാതെ നോക്കുന്നത് കണ്ടപ്പോൾ മാനേജർക്ക് കാര്യം കയ്യിൽ നിന്ന് പോകുമെന്ന് ഏറെക്കുറെ മനസ്സിലായി. ആ പെൺകുട്ടിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. നിനക്ക് എന്താടാ ചെവി കേട്ടൂടെ? എന്താടാ അറി ഇങ്ങനെ നോക്കുന്നേ? അപ്പോഴാണ് മാനേജർ ഇടയ്ക്ക് കയറി കണ്ണന് വയ്യാതിരിക്കുവാണെന്നുള്ള കാര്യം അവളോട് പറഞ്ഞത്. അവൾ തന്നെ നോക്കുന്നത് കണ്ടപ്പോഴാണ് കണ്ണൻ മിണ്ടി തുടങ്ങിയത്. അതെ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങളെന്താ ലെവലേശം ഉളുപ്പില്ലാതെ ഇങ്ങനെ കുപ്പായൊന്നും ഇടാണ്ട് നിൽക്കുന്നത്? ആ പെണ്ണ് ഒറ്റ ആട്ടായിരുന്നു. ഒപ്പം തന്നെ കണ്ണന്റെ കിളികളെ പിന്നെയും പറത്തിക്കൊണ്ട് അവളുടെ കൈ അവന്റെ കരണത്ത് പതിക്കുകയും ചെയ്തു. മാനേജർ പോലും നിന്നിടത്ത് നിന്ന് ചാടിപ്പോയി. അവൾ വെട്ടിത്തിരിഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ പിന്നിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. അതേ, ഒന്ന് നിന്നേ. ഷടാ, ഇതെന്തൊരു കഷ്ടമാ. ഇങ്ങനെ നടക്കാം പറഞ്ഞാ അത് കുറ്റം. എന്തേലും ആക്ക്. അയ്യോ, എന്റെ മോതിരം അവിടെ പോയി. കണ്ണൻ ആ സമയത്താണ് തന്റെ കയ്യിൽ ആ മോതിരമില്ലെന്ന് തിരിച്ചറിഞ്ഞത്. അവൻ വേവലാതിയോടെ ആ മോതിരത്തിനായി തിരയാൻ തുടങ്ങി. വിലപിടിപ്പുള്ള മോതിരമാണെന്ന് കരുതി മാനേജരും കണ്ണന്റെ കൂടെ മോതിരം തിരയാൻ തുടങ്ങി. അതിനിടയിലാണ് അതെന്ത് റിങ്ങായിരുന്നു എന്ന് മാനേജർ ചോദിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ വിലപിടിപ്പുള്ള മോതിരമൊന്നുമല്ല, വെള്ളിമോതിരമാണെന്ന് കണ്ണന്റെ മറുപടി കിട്ടിയതോടെ മാനേജറിന്റെ ഉത്സാഹം മുഴുവൻ കെട്ടു. അയാൾക്ക് എങ്ങനെയെങ്കിലും കണ്ണനെ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൻ ആ കഫയിൽ കയറിയത് മുതൽ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ്. ആദ്യം ഒരു പെണ്ണുമായി ബഹളം, പിന്നെ തലചുറ്റി വീണു. ഇപ്പതേ ഒരു പെണ്ണിന്റെ തല്ലും കൊണ്ട് ഒരു കാര്യവുമില്ലാത്തൊരു കൂതറ മോതിരത്തിന് വേണ്ടി കിടന്ന് തപ്പുന്നു.
അയാൾക്ക് വട്ടുപിടിക്കുന്നത് പോലെ തോന്നിയതും രണ്ടും കൽപ്പിച്ച് കണ്ണന്റെ മുന്നിൽ നിന്നു. പൊന്നു സാറേ, പടച്ചോനെ ഓർത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. നിങ്ങൾ ഇവിടെയുള്ള ബാക്കിയുള്ള കസ്റ്റമേഴ്സിനെ കൂടി ശല്യം ചെയ്യലേ. അതൊരു സാധാ മോതിരമല്ലേ സാറേ, എന്റെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കുക. എന്നാൽ ആ മോതിരത്തിന്റെ യഥാർത്ഥ വിലയറിയാവുന്ന കണ്ണനാവട്ടെ മാനേജർ പറഞ്ഞതൊന്നും കേട്ടതുകൂടിയില്ല. റിങ് കിട്ടാതെ അവൻ അവിടെ നിന്ന് പോവില്ലെന്ന് ഉറപ്പായതും മാനേജർ ഒന്നുകൂടി അയാളോട് കെഞ്ചി നോക്കി. ഇയാളൊന്നും മിണ്ടാതിരിക്കാവോ? ആ മോതിരം തനിക്ക് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അത് കിട്ടാണ്ട് ഞാനിവിടെ നിന്ന് പോവില്ല. മാനേജർ നിർബന്ധം പിടിച്ചതോടെ അവിടുത്തെ സ്റ്റാഫാണ് തന്റെ മോതിരം അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞായി കണ്ണന്റെ ബഹളം. ഇനി കാത്തിരുന്നാൽ കാര്യം കുഴപ്പമാവെന്ന് മനസ്സിലായതോടെ കണ്ണനെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ വേണ്ടി മാനേജർ തന്റെ ജോലിക്കാരെ അങ്ങോട്ട് വിളിച്ചു. ജോലിക്കാരെത്തിയതും അവർ രണ്ടുപേരും കൂടി കണ്ണനെ പൊക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. എടാ, എന്നെ താഴെ ഇറക്കട പന്നികളെ, എന്നെ എങ്ങോട്ടെടുത്തോണ്ട് പോവാ നീയൊക്കെ? എന്റെ മോതിരം കിട്ടാണ്ട് ഞാനിവിടുന്ന് പോലടാ. കണ്ണൻ കുതിറിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവന്മാർ പക്ഷേ കണ്ണൻ ബഹളം വെക്കുന്നത് മൈൻഡ് പോലും ചെയ്യാതെ അവൻ എടുത്തുകൊണ്ടുപോയി പുറത്തേക്കെറിഞ്ഞു. ഇനി മേലെ അന്നെ ഈ ബൈക്ക് കണ്ട അന്റെ മുട്ടുകളി ഞാൻ തല്ലിയൊടിക്കൂടെ പഹയ. അതും പറഞ്ഞു പോകുന്ന വെയിറ്റർമാരെ നോക്കി കണ്ണൻ ഒന്നുകൂടി തന്റെ മോതിരത്തിന് വേണ്ടി കരഞ്ഞു. ആദ്യം ആ ദിവ്യ കളഞ്ഞിട്ട് പോയി, ഇപ്പതേ മോതിരവും പോയി. കണ്ണന് തലയാകെ പെരുക്കുന്നത് പോലെ തോന്നി. പെട്ടെന്നാണ് അവന് വല്ലാത്തൊരു തലവേദന അനുഭവപ്പെട്ടത്. കണ്ണൻ തലയുടെ ഇരുവശവും അമർത്തിപ്പിടിച്ച് അവിടെ തന്നെ കുനിഞ്ഞിരുന്നു പോയി. പക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വേദന അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതെന്ത് പണ്ടാരമാണ് ഈശ്വര, ഏതെങ്കിലും ഡോക്ടറെ പോയി കാണേണ്ടി വരുമോ? കണ്ണനാകെ പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അവൻ ആലോചനയോടെ മുന്നോട്ട് നടന്നു. പക്ഷെ മുന്നിൽ കാണുന്ന കാഴ്ചകൾ കണ്ണനെ ശരിക്കും വട്ടുപിടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. അവന്റെ മുന്നിലുള്ള ആളുകളുടെയും വസ്തുക്കളുടെയും ബിൽഡിങ്ങുകളുടെയും അകത്തെന്താണെന്ന് ഒരു എക്സ്റേ പോലെ കണ്ണന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കണ്ണനാകെ അമ്പരന്ന് പോയി. ഈശ്വര, എന്താ ഇതൊക്കെ? ഇതിനി മിന്നൽ മുരളിക്ക് കിട്ടിയ പോലെ വല്ല സൂപ്പർ പവർ ആയിരിക്കും, അതോ ഞാൻ വല്ല സ്വപ്നം കാണുവാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആലോചിച്ചുകൊണ്ട് കണ്ണൻ എത്തിയത് ഒരു ലോട്ടറി കടയുടെ മുന്നിലായിരുന്നു. പോകുന്നതിനിടയിലാണ് അവിടെ വെച്ചിരുന്ന ലോട്ടറികളിൽ കണ്ണന്റെ നോട്ടം പതിയുന്നത്. കണ്ണനെ പോലും അതിശയപ്പെടുത്തിക്കൊണ്ട് ജയിക്കാൻ പോകുന്ന കാർഡുകളിലെ നമ്പർ അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. കണ്ണന്റെ ചുണ്ടിലൊരു ഗൂഢമായി ചിരി വിടർന്നു. തനിക്ക് കിട്ടിയ ഈ പവർ ഉപയോഗിച്ചു നോക്കാനുള്ള സമയമാണെന്ന തോന്നലോടെ അവൻ ആ കടക്കാരനോട് ഈ ലോട്ടറിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചതും 10 ലക്ഷമെന്ന് മറുപടിയും കിട്ടി. കണ്ണൻ അതിൽ നിന്ന് ഒരു ടിക്കറ്റ് മാത്രം സെലക്ട് ചെയ്തപ്പോൾ ഭാഗ്യം പരീക്ഷിക്കണമെങ്കിൽ ഒരു 10 എണ്ണമെങ്കിലും എടുക്കണമെന്ന് കടക്കാരൻ പറഞ്ഞു. ഓ വേണ്ട ഏട്ടാ, ഇതൊരെണ്ണം മതി, ഭാഗ്യമുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആവേശത്തോടെ കണ്ണൻ ആ കാർഡ് ചുരണ്ടിയതും അവന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഒരു നിമിഷത്തെ പകപ്പ് മാറിയതും അവൻ വലിയ വായിൽ വിളിച്ചു കൂവാൻ തുടങ്ങി. നോക്ക് ചേട്ടാ, ഭാഗ്യമുണ്ടെങ്കിൽ 10 എണ്ണൊന്നും വേണ്ട, ദേ നോക്ക്, ഒറ്റ കാർഡിൽ എനിക്ക് 10 ലക്ഷം അടിച്ച്. കണ്ണൻ ആവേശത്തോടെ തുള്ളിച്ചാടിയപ്പോ കാർഡ് വാങ്ങി റിസൾട്ട് നോക്കിയ കടക്കാരന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. സെയിം നമ്പർ ആണല്ലോ, പക്ഷെ ഇതെങ്ങനെ ഇവനടിച്ച്? എങ്ങനെയും ഈ കാർഡ് അടിച്ചു മാറ്റിയിട്ട് ഈ ചെക്കനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. കടക്കാരൻ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. അയാൾ ദേഷ്യത്തോടെ കണ്ണനെ വഴക്ക് പറയാൻ തുടങ്ങി. ഉടായ്പ് കാണിച്ച ആളെ പറ്റിക്കാൻ നോക്കുന്നട ചെക്ക, ഓടാ അവിടുന്ന്. കടക്കാരന്റെ പെരുമാറ്റം കണ്ട കണ്ണന്റെ സന്തോഷം ഒരൊറ്റ നിമിഷം കൊണ്ട് മാറിപ്പോയി. അവൻ പോലും അറിയാതെ കണ്ണന്റെ ജീവിതം മറ്റൊരു ലെവലിലേക്ക് മാറാൻ തുടങ്ങുകയായിരുന്നു. ചേട്ടൻ എന്തീ പറയുന്നത്? നിങ്ങളുടെ മുന്നിൽ നിന്നല്ലേ ഞാൻ ഈ കാർഡ് മേടിച്ച് സ്ക്രാച്ച് ചെയ്ത്? പിന്നെ എങ്ങനെ കാർഡിൽ കള്ളം കാണിക്കാനാ? ചുമ്മാ വായി തോന്നിയത് പറയാണ്ട് കാർഡ് തിരിച്ചതാ. പക്ഷേ കടക്കാരൻ കണ്ണൻ പറയുന്നതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കണ്ണൻ തന്റെ സത്യസന്ധത തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മനുഷ്യൻ ഒരു തരത്തിലും അടുക്കാതെ കണ്ണൻ കള്ളം പറയുകയാണെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയായപ്പോൾ അയാൾ അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും കണ്ണൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്ന് കണ്ടതും അയാൾ അവനെ പിടിച്ചു തള്ളി. ബാലൻസ് പോയ കണ്ണൻ റോഡിലേക്ക് വീണതും ഉറക്കെ നിലവിളിച്ചു തുടങ്ങി. എടാ കള്ളാ, ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കാണ്ട് എന്റെ കാർഡ് തിരിച്ചാടോളെ. മനുഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കാണ്ട് വല്ല പണിക്കും പോടാ. വൈകുന്നേരം മാർക്കറ്റിൽ നല്ല കച്ചവടം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. റോഡിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന കണ്ണനെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. കണ്ണനാണെങ്കിൽ അവിടെ കിടന്ന് കൂടുതൽ ബഹളം വെച്ച് തുടങ്ങി. അതോടെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വന്നു തുടങ്ങി.
അതിൽ കൂടുതൽ പേരും സാധാരണക്കാരായതുകൊണ്ട് തന്നെ കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. അതിൽ ചിലർ ചേർന്ന് നിലത്തേക്ക് വീണ കണ്ണനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. ഇയാളൊരു കള്ളനാ. ഞാൻ ഇയാളുടെ കടയിൽ നിന്നൊരു കാർഡ് എടുത്തു, അതിന് ഫസ്റ്റ് പ്രൈസും കിട്ടി. പക്ഷെ ഇപ്പോൾ ഇയാൾ പറയാ ഞാൻ എന്തോ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ പറ്റിക്കാൻ നോക്കുവാണെന്ന്. എൻ്റെ കാർഡ് മേടിച്ച് വെച്ചിട്ട് അതിപ്പോൾ തിരിച്ചു തരുന്നുമില്ല. കണ്ണൻ കാര്യങ്ങൾ എല്ലാവരോടുമായി വിശദീകരിച്ചു കൊടുത്തു. അതോടെ ആളുകൾ ഇളകിത്തുടങ്ങി. കടക്കാരന് നേരെ ചോദ്യങ്ങൾ വന്നതോടെ അയാൾ കണ്ണനെ കുറ്റക്കാരനാക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവനെ കള്ളനാ. നമ്പറുള്ള കാർഡ് ഇവൻ നേരത്തെ കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാർഡ് വാങ്ങിച്ചു. ഇവൻ ഫുൾ ഉടായിപ്പാ, വിശ്വസിക്കല്ലേ? ഇത് കേട്ട കണ്ണന് നല്ല പോലെ ദേഷ്യം വന്നു തുടങ്ങി. അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ചുറ്റും കൂടി നിന്നവരെയൊക്കെ ഒന്ന് നോക്കി. ശരി, എൻ്റെ കയ്യിലുള്ള കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇവിടെ വേറെയും കാർഡുണ്ടല്ലോ. ഞാനിവിടെ നിന്ന് കുറച്ച് കാർഡ്സ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. എല്ലാവരും സ്ക്രാച്ച് ചെയ്ത് നോക്ക്. അപ്പം മനസ്സിലാവുമല്ലോ എൻ്റെ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലയോ എന്ന്. എല്ലാവരും കാർഡ് വാങ്ങി ചുരണ്ടി തുടങ്ങിയതും ഓരോരുത്തരായി അവരുടെ കാർഡിൽ കിട്ടിയ പ്രൈസ് മണി എത്രയാണെന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും പറഞ്ഞു തുടങ്ങിയതോടെ ആ കടക്കാരൻ വിയർത്തു തുടങ്ങി. അതോടെ ആൾക്കൂട്ടം കടക്കാരന് നേരെ തിരിഞ്ഞു. എല്ലാവരും ബഹളം വെച്ച് തുടങ്ങിയതോടെ അയാൾ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് കാർഡ് കമ്പനിയിൽ കൊണ്ടുപോയി റിഡീം ചെയ്യാനായി പറഞ്ഞു. എല്ലാം കോംപ്രമൈസ് ആയതോടെ തനിക്ക് വേണ്ടി സംസാരിച്ചവരോടെല്ലാം കണ്ണൻ നന്ദി പറഞ്ഞു. എന്നാൽ ആ കാർഡിൽ നിന്ന് പ്രൈസ് കിട്ടിയവരൊക്കെ കണ്ണനോട് നന്ദി അറിയിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. കണ്ണന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ദിവ്യയുടെ പരിഹാസം നിറഞ്ഞ മുഖം മനസ്സിലെത്തിയതും അവൻ്റെ ഉള്ളിൽ പക നിറഞ്ഞു. എടി ദിവ്യേ, നീ എന്നെ ഓളേന്ന് വിളിച്ചില്ലേ? ഞാൻ ഫ്രോഡാണല്ലേ? നീ എന്താ പറഞ്ഞേ? എന്നെ 10 പൈസയ്ക്ക് കൊള്ളില്ലെന്നോ? നോക്കടി, എൻ്റെ കയ്യിലിപ്പോൾ 10 ലക്ഷം രൂപയുണ്ട്. പൈസയില്ലെന്നും പറഞ്ഞ് നീ എന്നെ ഒഴിവാക്കിയില്ലേ? ഇനി ഈ കണ്ണൻ്റെ കളികൾ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. കണ്ണൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കണ്ണൻ തൻ്റെ കമ്പനിയിലേക്ക് ഇറങ്ങി. കേരളത്തിലെ തന്നെ നമ്പർ 1 ഡയമണ്ട് കച്ചവടക്കാർ എന്നറിയപ്പെടുന്ന ബർമ ഡയമണ്ട്സിൽ വളരെ ചെറിയൊരു പൊസിഷനിലാണ് കണ്ണൻ ജോലി ചെയ്യുന്നത്. കയറി ചെന്നപ്പോൾ തന്നെ കണ്ണൻ്റെ കഷ്ടകാലത്തിന് സീനിയറായ ആകാശിൻ്റെ കണ്ണിൽ തന്നെ പെട്ടു. കണ്ണനെ ഇന്നലെ കാണാത്തതിൻ്റെ കലിപ്പിലായിരുന്നു ആകാശ്. കണ്ട ഉടനെ തന്നെ കണ്ണനെ പിടിച്ച് കുടഞ്ഞു കളഞ്ഞു. താൻ എന്തോട് ഇന്നലെ ഇങ്ങോട്ട് വരാഞ്ഞ്? അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ജോലിയുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? അത് സാറേ, ഇന്നലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യത്തിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ. കണ്ണൻ തലകുനിച്ച് നിന്ന് പറയുന്നത് കേട്ട് ആകാശ് പല്ല് കടിച്ചു. ആകാശ് കടുപ്പിച്ച് നോക്കിയതും ഒളിക്കണ്ണിട്ട് നോക്കിയ കണ്ണൻ വീണ്ടും തലകുനിച്ചു. ഓ, അപ്പം നിനക്ക് ഇവിടുത്തെ ജോലിയേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ ഉണ്ടല്ലേ? എന്നാ പിന്നെ നിനക്കൊക്കെ വീട്ടിൽ ചൊറിയും കുത്തിയിരുന്നാ പോരെ, ഇഡിയറ്റ്. സോറി സാർ, ഇനി ഞാൻ ആവർത്തിക്കില്ല. സോറി പറഞ്ഞിട്ടും ആകാശ് തന്റെ ഉപദേശത്തിന്റെ കെട്ടഴിച്ചു വിട്ട് അവസാനം വായ കഴിച്ചപ്പോൾ കമ്പനിയുടെ പ്രൊഡക്ട്സ് പ്രദർശിപ്പിക്കുന്ന എക്സിബിഷൻ ഹാളിലേക്ക് പോകാൻ പറഞ്ഞു. കണ്ണൻ ഏത് എക്സിബിഷൻ എന്നും പറഞ്ഞ് വാ പൊളിച്ച് നിന്നതോടെ ആകാശിന്റെ കലിപ്പ് പിന്നെയും കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ആഴ്ച അല്ലേടോ എല്ലാത്തിനോടും ഞാൻ ഈ എക്സിബിഷന്റെ കാര്യം പറഞ്ഞത്. ഏത് നേരത്താണോ ഇവനെയൊക്കെ? എന്നാ ഇതോടെ കൊണ്ടുപോ. പല്ല് കടിച്ചുകൊണ്ട് ആകാശ് തന്റെ കയ്യിലിരുന്നൊരു ബ്രീഫ് കേസ് കണ്ണന്റെ കയ്യിലോട്ട് കൊടുത്തുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചു. കണ്ണൻ അതും വാങ്ങി കയ്യിൽ പിടിച്ച് തലയാട്ടി. അല്പസമയത്തിനുള്ളിൽ തന്നെ കോഴിക്കോടുള്ള ഗേറ്റ് വേ ഹോട്ടലിന്റെ മുന്നിൽ കണ്ണനെത്തി. കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള നിരവധി വജ്ര വ്യാപാരികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ നടക്കുന്നത് ചില്ലറ ഏർപ്പാടല്ലെന്ന് കണ്ണന് മനസ്സിലായി. കണ്ണനെ അവിടെ ഇറക്കി റൂം നമ്പർ 203 പൊക്കോളം പറഞ്ഞ് ആകാശ് കാറുമെടുത്ത് പോയതോടെ കണ്ണൻ പൊട്ടനെ പോലെ അവിടെ നിന്നു. ആ റൂമിലേക്ക് പോകണമെന്നല്ലാതെ അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്ന് ആകാശ് പറഞ്ഞിരുന്നില്ല. മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ണൻ ആകാശ് കൊടുത്ത ബ്രീഫ് കേസും എടുത്ത് ആ റൂമിലേക്ക് പോയി. ആ മുറിയിൽ ഋതികയും തരകനും തങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള ചർച്ചയിലായിരുന്നു. തങ്ങളുടെ പ്രൊഡക്ട്സിനെ പറ്റി പറയുമ്പോൾ ഋതികയ്ക്ക് 100 നാക്കായിരുന്നു. എന്നാൽ രാജ്യത്തെ തന്നെ മികച്ച ഡയമണ്ട് കച്ചവടക്കാർ അവിടെ എത്തിയിട്ടുള്ളത് തന്നെ തരകൻ അവളെ അതൊന്നുകൂടി ഓർമ്മിപ്പിച്ചു. എന്ത് കൊണ്ടുവന്നിട്ടും ഒരു കാര്യമില്ലെങ്കിലേ നമ്മുടെ പ്രോഡക്റ്റിന്റെ മുമ്പിൽ അതൊക്കെ ഒന്നും അല്ലാണ്ടായി പോവത്തേ ഉള്ളൂ. അപ്പോഴാണ് വാതിലിൽ ആരോ തട്ടിയത്. ഋതിക അകത്തേക്ക് വരാനുള്ള ഓർഡർ ഇട്ടതും വാതിൽ തുറന്ന് കണ്ണൻ അകത്തേക്ക് കയറി. ഋതിക കണ്ണനെ മുൻപ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ പരിചയമില്ലാത്തതുപോലെയാണ് അവനെ നോക്കിയത്. പക്ഷേ അവളുടെ ആരാണെന്ന ചോദ്യം പോലും കേൾക്കാതെ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നിൽക്കുകയാണ് കണ്ണൻ. അവളുടെ പെർഫെക്റ്റ് ഫിഗർ അവന്റെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ അവൻ മറ്റെന്ത് കേൾക്കാനാണ്? എന്നാൽ അവന്റെ ആ നിൽപ്പ് കണ്ട ഋതികയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഡോ,
താനെന്താ പൊട്ടനാ? ആരാ താൻ? എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ഭയങ്കര സുന്ദരിയാണ്. ശരിക്കും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാണ് നിങ്ങൾ. ഋതിക അവനെ ദേഷ്യത്തോടെ നോക്കി. അവൾക്ക് അവൻ പറഞ്ഞതും അവന്റെ നോട്ടവും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവളൊന്ന് കലിപ്പിച്ച് നോക്കിയതും കണ്ണനൊന്ന് ചിരിച്ചു. നീ ആരാടാ ഇവിടെ വന്ന് ഷോ കാണിക്കാൻ? മര്യാദയ്ക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, റാസ്കൽ. മാഡം, ഞാൻ കോംപ്ലിമെന്റ് അല്ലേ തന്നത്, മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നിന്റെ കോംപ്ലിമെന്റ് വേണ്ടെങ്കിലോ? മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ ഞാൻ സെക്യൂരിറ്റി വിളിക്കണോ? ഋതിക ദേഷ്യം കൊണ്ട് തിളച്ചു. സത്യത്തിൽ ഋതികയാണ് താൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ എന്നുള്ള കാര്യം കണ്ണന് അറിയില്ലായിരുന്നു. കണ്ണന്റെ നിൽപ്പ് കണ്ട് ദേഷ്യം കൂടിയ ഋതിക സെക്യൂരിറ്റിയെ വിളിച്ചു. അകത്തേക്ക് വന്ന 2 സെക്യൂരിറ്റി ഗാർഡ്സിന്റെ കൂടെ വന്ന ആകാശിന്റെ മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നു. അയാൾ അകത്തേക്ക് വന്നയുടൻ അവളോട് കാര്യം തിരക്കി. നീയൊക്കെ പുറത്തുണ്ടായിട്ടാണോ ഇവനെ പോലുള്ളവനൊക്കെ അകത്തേക്ക് വന്നത്? ആരാ ഇവൻ? ഇങ്ങോട്ടേക്ക് കയറി വന്ന് എന്നോട് അനാവശ്യം പറയാൻ ആരാ ഇവന് ലൈസൻസ് കൊടുത്തത്? പിടിച്ച് പുറത്താക്കടോ. എന്തു പറ്റി മാഡം? കണ്ണൻ നമ്മുടെ എംപ്ലോയി ആണ്. ഓ, എന്നാ ഇവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടോണം. സ്വന്തം കമ്പനിയുടെ സിഇഒയോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്തവനൊന്നും ഇനി എന്റെ കമ്പനിയിൽ വേണ്ട. ഇറക്കി വിടുവനെ. ഋതിക കോപത്തോടെ അലറി. അവൾ തന്റെ സിഇഒ ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഞെട്ടൽ മാറിയതോടെ കണ്ണന് പിന്നെ ഭാവമാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പണ്ടായിരുന്നെങ്കിൽ കണ്ണൻ തന്റെ ജോലിക്ക് വേണ്ടി അവരുടെയൊക്കെ കാല് പിടിച്ച് കരഞ്ഞേനെ. പക്ഷെ ഇന്ന് അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഇനിയിപ്പോൾ ജോലിയില്ലെങ്കിലും തനിക്കുള്ള കഴിവും കൊണ്ട് ജീവിക്കാമെന്നൊരു അമിതമായ ആത്മവിശ്വാസം കണ്ണനുണ്ടായിരുന്നു. ആകാശ് തന്റെ മേഡം പറഞ്ഞതനുസരിച്ച് കണ്ണനോട് കയ്യിലിരിക്കുന്ന ബ്രീഫ് കേസ് തന്നെ ഏൽപ്പിച്ച് പുറത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. ബാഗ് കൊടുത്ത് പോകാനിരുന്ന കണ്ണനെ പെട്ടെന്ന് ആകാശ് തടഞ്ഞു. നോക്കട്ടെ, ഇതിനകത്തുള്ള സാധനം വല്ലതും മോഷണം പോയോന്ന്. അതും പറഞ്ഞ് ആകാശ് ആ ബ്രീഫ് കേസ് തുറന്നു. അയാളുടെ കണ്ണുകൾ അവിശ്വസനീയമായ എന്തോ കാഴ്ച കണ്ടതുപോലെ വിടർന്നു. പരിഭ്രമത്തോടെയുള്ള അയാളുടെ നോട്ടം ഋതികയിൽ പതിഞ്ഞു. അയാളുടെ നോട്ടത്തിൽ എന്തോ പന്തികേട് മണത്ത ഋതിക മുന്നോട്ട് വന്നു. ആ തുറന്നുവച്ച ബ്രീഫ് കേസിൽ കണ്ട കാഴ്ച അവളെയും ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ മുഖത്ത് തെളിഞ്ഞ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. തരകനും മുന്നോട്ട് വന്ന് ബ്രീഫ് കേസിലേക്ക് നോക്കി. ഋതികയുടെ കമ്പനി ഇന്ന് അവിടെ പ്രസന്റ് ചെയ്യേണ്ടിയിരുന്ന ലെസേദോ ഡയമണ്ടാണ് കഷ്ണങ്ങളായ ആ പെട്ടിയിൽ കിടക്കുന്നത്. ഇതിനെ എങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്? ഇതാകെ നാശമായി പോയല്ലോ. തരകൻ പറഞ്ഞത് കേട്ടതും ഋതികയുടെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു. അവൾ കണ്ണന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഇഡിയറ്റ്, നീ എന്താ ചെയ്തെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ നശിപ്പിച്ചു വച്ചേക്കുന്ന സാധനത്തിന് എത്ര കോടി വിലയുണ്ടെന്ന് നിനക്കറിയോ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഋതികയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. കണ്ണന് സത്യം പറഞ്ഞ ആകാശ് തന്നെ ഏൽപ്പിച്ച ആ പെട്ടിയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് പോലും അറിയുമായിരുന്നില്ല. മാഡം, സോറി, എനിക്കറിയില്ലായിരുന്നു. മിണ്ടിപ്പോവരുത് നീ. നിന്റെ മണ്ടത്തരം കാരണം കമ്പനിക്ക് എത്ര ലക്ഷം രൂപയുടെ നഷ്ടം വന്നെന്ന് നിനക്കറിയോ? ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നുകിലും നീ ഈ ഡയമണ്ടിന്റെ മുഴുവൻ തുകയും തന്നോളണം, അതല്ലെങ്കിൽ ജയിലിൽ പോകാൻ റെഡിയായിരുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ പൊന്നു മാഡം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ ഈ ബ്രീഫ് കേസ് അത്രയ്ക്ക് ശ്രദ്ധിച്ചാ കൊണ്ടുവന്നേ. വേണൽ ദേണ്ടേ, ആകാശ് സാറിനോട് ചോദിച്ചു നോക്കിയാൽ അറിയാലോ. ഞാൻ സാറിന്റെ കൂടെയല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ആകാശ് കണ്ണനെ കൈയൊഴിഞ്ഞു. താഴെ നിന്നും റൂം എത്തുന്നതുവരെ കണ്ണൻ തനിച്ചായിരുന്നല്ലോ എന്നായിരുന്നു ആകാശിന്റെ വാദം. ആ സമയത്തെ അശ്രദ്ധയിലാകാം ആ ഡയമണ്ട് പൊട്ടിയതെന്ന് ആകാശ് ഉറപ്പിച്ചു പറഞ്ഞതോടെ കണ്ണൻ പെട്ടു. സാറേ, ഞാൻ ശ്രദ്ധിച്ചു തന്നെ കൊണ്ടുവന്നേ. എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചിലപ്പോൾ സാർ എൻ്റെ കയ്യിൽ തരുന്നതിന് മുന്നേ ആവും പൊട്ടിയത്. കണ്ണൻ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതോടെ ആകാശ് കണ്ണൻ മനഃപൂർവ്വം അയാളെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. കണ്ണന് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആകാശ് വളരെ ഈസിയായി കണ്ണന്റെ തലയിൽ ആ കുറ്റം വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പോഴേക്കും അതുവരെ മിണ്ടാതിരുന്ന തരകൻ മുന്നോട്ട് വന്നു. ലെസോദോ ഡയമണ്ട് പൊട്ടിയതിൽ അദ്ദേഹവും ആശങ്കയിലായിരുന്നു. അവരുടെ കമ്പനിയുടെ അഭിമാനം വാനോളം ഉയർത്താൻ വേണ്ടിയായിരുന്നു അവർ ആ ഡയമണ്ട് പ്രസന്റ് ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. ഇനി എന്തു ചെയ്യുമെന്നതിൽ അദ്ദേഹത്തിനും യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഋതികയ്ക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയിലായിരുന്നു. ഇവൻ ഒറ്റൊരുത്തൻ എല്ലാത്തിനും കാരണം. ഇന്നീ ചെയ്തതിന് ഇവനെ കൊണ്ട് ഞാൻ മറുപടി പറയിക്കും. മാഡം, നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കേ. ഇങ്ങനൊരു സാധനം ഇതിനകത്ത് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പ്ലീസ്, എന്നെ ഒന്ന് വിശ്വസിക്കേ. നീ ഒന്നും പറയണ്ട. സെക്യൂരിറ്റി, ഇവനെ ഇപ്പൊ ഈ റൂമിൽ നിന്ന് കൊണ്ടുപോ. പിന്നെ ഇവന്റെ മേലൊരു കണ്ണുണ്ടാവണം എപ്പോഴും. ഇവൻ ഇവിടുന്ന് ഓടിപ്പോവാതെ നോക്കിക്കോണം. പെട്ടെന്നാണ് കണ്ണന് വീണ്ടും
തന്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെയൊരു വേദന അനുഭവപ്പെട്ടത്. അവൻ ആ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ സമയത്താണ് അവന്റെ മുന്നിൽ 2 ദൃശ്യങ്ങൾ തെളിഞ്ഞത്. അതിലൊന്ന് ആകാശ് പൊട്ടിയ ലെസോദോ എടുത്ത് ആ ബ്രീഫ് കേസിലേക്ക് ഇടുന്നതായിരുന്നു. മറ്റേ ദൃശ്യം അവന് വ്യക്തമായില്ല. കണ്ണന് തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. തന്റെ മുന്നിൽ താൻ പോലും അറിയാതെ കാണുന്ന കാഴ്ചകൾ അവനെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ദൃശ്യത്തിൽ നിന്ന് ആകാശാണത് പൊട്ടിച്ചതെന്ന് കണ്ണന് വ്യക്തമായി. തനിക്ക് കിട്ടിയ കഴിവ് ഉപയോഗിച്ചു നോക്കാമെന്ന ധാരണയോടെ അവൻ മേശപ്പുറത്തിരുന്ന ബൗളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സാറേ! കണ്ണൻ തരകനെ നോക്കി ഉറക്കെ വിളിച്ചതും അവനെ പിടിച്ചുകെട്ടി കൊണ്ടുപോകാനായി ഋതിക ഓർഡറിട്ടു. സെക്യൂരിറ്റി അവനെ പുറത്തിറക്കാൻ പിടികൂടിയിട്ടും ആ ബൗളിൽ നിന്നവൻ കണ്ണെടുത്തില്ല. ഋതികയാണെങ്കിൽ അവനോടുള്ള ദേഷ്യത്തിൽ കത്തി കയറുകയാണ്. പെട്ടെന്നാണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണന്റെ ശബ്ദമുയർന്നത്. മേഡം, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആ പാത്രം ഒറിജിനൽ അല്ല. അത് വെറും സാധാരണ ഗ്ലാസ് പാത്രമാ. എന്നെ ഒന്ന് വിശ്വസിക്കും മേഡം. മിണ്ടിപ്പോരുത് നീ. വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പോവി എന്റെ ടെമ്പർ തെറ്റിക്കരുത്. അത് നിന്റെ നല്ലതിനാവില്ല. ഋതിക ഭീഷണി പോലെ പറഞ്ഞിട്ടും കണ്ണൻ തന്റെ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതിനിടയിൽ ആകാശം കയറി. കണ്ണന് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് അവരുടെ പാത്രത്തെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും സെക്യൂരിറ്റിയും വന്ന് കണ്ണനെ പിടിച്ചു. അവൻ അപ്പോഴും കുതറിക്കൊണ്ട് ആ പാത്രം ഒറിജിനൽ അല്ല എന്ന് തന്നെ പറഞ്ഞു. ഇനിയും വൈകിയാൽ ഒറിജിനൽ കൈവിട്ടു പോകുമെന്ന് അവൻ ഉറപ്പ് പറഞ്ഞപ്പോൾ ആ പാത്രം സർട്ടിഫൈ ചെയ്ത തരകൻ മുന്നോട്ട് വന്ന് താൻ പരിശോധിച്ച് ഒറിജിനലാണെന്ന് ഉറപ്പിച്ച പാത്രം ഒറിജിനൽ അല്ല എന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് കണ്ണൻ അത് പരിശോധനയ്ക്ക് ശേഷമാവാൻ മാറ്റിയത് എന്നൊരു സാധ്യത മുന്നോട്ട് വെച്ചത്. നിനക്കൊക്കെ അതിന് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ എന്നൊക്കെ അറിയോ? വെറുതെ മണ്ടത്തരം വിളിച്ചു പറയാതെ പോവിടുന്ന്. എന്നാൽ തരകൻ അവനെ കേൾക്കാൻ തയ്യാറായി. പറയുന്നത് കള്ളമാണെങ്കിൽ കണ്ണനെ തേടിയെത്താവുന്ന ശിക്ഷ എന്താണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കണ്ണൻ ആത്മവിശ്വാസത്തോടെ ആ ലെസോദോ ഡയമണ്ട് പരിശോധിക്കാൻ തുടങ്ങി. അങ്കിളെ, ഈ പൊട്ടം പറയുന്നത് കേട്ട് ചുമ്മാ. ഋതികയെ കൈയുയർത്തി തടഞ്ഞ തരകന്റെ കണ്ണുകൾ അപ്പോഴും ബൗളിലായിരുന്നു. തരകന്റെ കണ്ണിലെ ഞെട്ടൽ വ്യക്തമായിരുന്നു. ഒന്നും പറയാനാവാതെ അയാൾ നെഞ്ചിൽ കൈവച്ച് നിന്നു. തരകനാകെ ഞെട്ടിയിരിക്കുകയായിരുന്നു. അയാൾ ഋതികയെ വിളിച്ചു. ഋതിക മോളെ, ഇത് ഞാൻ വെരിഫൈ ചെയ്ത ഡയമണ്ട് അല്ല. ഇറ്റ്സ് എ ഫേക്ക് വൺ. അങ്കിൾ എന്തായി പറയുന്നേ? ഈ ഡയമണ്ട് എങ്ങനെ ഫേക്ക് ആവാനാ? ഇവൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പോവിയെന്നും പറഞ്ഞ് അങ്കിളും അതിനനുസരിച്ച് തുള്ളാൻ നിൽക്കുവാണോ? ഈ ഡയമണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ മാറ്റിയതായിരിക്കും മേഡം. കണ്ണൻ ഇടയ്ക്ക് കയറി പറഞ്ഞതും ഋതികയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവൾ നേരെ ആകാശിന്റെ നേർക്ക് തിരിഞ്ഞു. ഈ ഡയമണ്ടിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്കല്ലേ ആകാശ്? ഇത് മാറിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതോടെ ആകാശ് പരിഭ്രമിച്ചു തുടങ്ങി. അവൻ അത് നേരെ കണ്ണന്റെ മേലേക്ക് ചാരാൻ നോക്കിയതും കണ്ണൻ പ്രതികരിച്ചു. ഞാൻ എങ്ങനെ മാറ്റാനാണ് മേഡം? ഈ ബാഗ് തുറക്കണേ പാസ്വേഡ് വേണം. അതെനിക്കറിയില്ലല്ലോ. ആകെ അറിയാവുന്നത് ആകാശ് സാറിന്. അപ്പൊ പിന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താ ലോജിക്കുള്ളത്? ഋതിക ദേഷ്യത്തോടെ ആകാശിനെ നോക്കി. അവൾക്ക് എക്സിബിഷന്റെ കാര്യമോർത്ത് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. ഒരു തീരുമാനത്തിലെത്തിയതുപോലെ അവൾ സെക്യൂരിറ്റിയെ നോക്കി. സെക്യൂരിറ്റി, ഇവന്മാരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വെച്ചേക്ക്. ഇതിനൊരു തീരുമാനമാകാതെ രണ്ടിനെയും പുറത്തേക്ക് വിടണ്ട. ഋതിക പറയുന്നത് കേട്ടതും ആകാശ് അവളെ എതിർക്കാൻ ശ്രമിച്ചു. ഇത്രയും വർഷം കാത്തുസൂക്ഷിച്ച വിശ്വാസത്തെയാണ് തകർത്ത് കളഞ്ഞതെന്ന് പറഞ്ഞ് ഋതിക ദേഷ്യപ്പെട്ടു. അവൾക്ക് എല്ലാവരെയും സംശയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശിന്റെ വാദങ്ങളൊന്നും അവൾ കണക്കിലെടുത്തതേയില്ല. അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് അയാളെ പിടിച്ചിരുന്നു. ആകാശ് അപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ സമയമൊക്കെയും തരകന്റെ നോട്ടം കണ്ണന്റെ മേലായിരുന്നു. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള തനിക്ക് പോലും മനസ്സിലാകാത്ത കാര്യമാണ് ഒരൊറ്റ നോട്ടത്തിൽ ആ പയ്യൻ കണ്ടെത്തിയത്. തരകൻ നല്ല താല്പര്യത്തോടെ തന്നെ കണ്ണനോട് അവൻ എങ്ങനെയാണ് അത് കണ്ടെത്തിയതെന്ന് ചോദിച്ചു. കണ്ണന് തനിക്ക് കിട്ടിയ ആ പവർ ആരും അറിയരുതെന്നുള്ളതുകൊണ്ട് തന്നെ അവൻ തനിക്ക് ഡയമണ്ട്സിനെ പറ്റി പഠിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ആ കമ്പനിയിലുള്ള അവന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും തരകനെ അറിയിച്ചു. തരകന് അവനെക്കുറിച്ച് വല്ലാത്ത മതിപ്പ് തോന്നി. കണ്ണനൊരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ എക്സിബിഷൻ ഹാളിലേക്ക് വായോ. അവിടെ വേൾഡ് ക്ലാസ് ഡയമണ്ട്സിന്റെ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും. ഋതികയ്ക്ക് തരകന്റെ ആ നിർദ്ദേശം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവളത് പ്രകടിപ്പിക്കുകയും ചെയ്തു. സെക്യൂരിറ്റി കൂടെ തന്നെ ഉണ്ടല്ലോ ഋതിക, അവൻ എങ്ങനെ ഓടിപ്പോവാനാ? ദേ കണ്ണ, കേട്ടല്ലോ, എൻ്റെ റിസ്കിലാണ് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇനി എങ്ങാനും നീ ഓടിപ്പോവാൻ നോക്കിയിട്ട് വല്ലതും സംഭവിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിനക്ക് മാത്രമാണ്, കേട്ടോ. കണ്ണൻ അദ്ദേഹത്തെ നോക്കി ഒരു നേർത്ത പുഞ്ചിരിയോടെ എല്ലാം തലയാട്ടി സമ്മതിച്ചു.
അദ്ദേഹം സെക്യൂരിറ്റിയോട് ആകാശിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. പിന്നെ മറ്റ് 2 സെക്യൂരിറ്റി ഗാർഡ്സിനോട് കണ്ണനെ എക്സിബിഷൻ ഹാളിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് ഹൃതികയെയും കൂട്ടി പുറത്തേക്കിറങ്ങി. ഹൃതികയ്ക്ക് കണ്ണനെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്റെ പൊന്നങ്കിളെ, ഈ കള്ളനെയൊക്കെ എന്തിനാ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡയമണ്ട് മോഷ്ടിച്ചത് അവൻ തന്നെ ആകുന്ന. ഇനി അവിടെ എക്സിബിഷൻ ഹാളിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നമ്മൾ മറുപടി പറയേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോളെ, അവനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ. അവനെ നമുക്ക് ആവശ്യമുണ്ട്. ആ കാണുന്നത് പോലെയല്ല അവൻ. എനിക്ക് അവനെ ഒന്ന് പരീക്ഷിക്കണം. ഞാനങ്ങനെ ചുമ്മാ ഒരാളെ പറ്റി പറയില്ലെന്ന് നിനക്കറിയാലോ. ഈ കാര്യത്തിലും എനിക്ക് തെറ്റുപറ്റില്ല. ആ ചെറുക്കന് എന്തൊക്കെയോ കഴിവുകളുണ്ട്. നമുക്ക് നോക്കാം. ഹൃതികയ്ക്ക് അദ്ദേഹത്തോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എക്സിബിഷൻ ഹാളിലേക്ക് തരകൻ കടന്നപ്പോഴേക്കും അദ്ദേഹത്തെ തിരിച്ചറിയുന്ന ആളുകൾ പരസ്പരം അദ്ദേഹത്തെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് കിങ് എന്നാണ് തരകൻ അറിയപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ഡയമണ്ടിന്റെ വിലയും ക്വാളിറ്റിയും തിരിച്ചറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഓരോ സ്റ്റാളുകളിലായി കയറിയിറങ്ങി. അദ്ദേഹം ഒട്ടും സമയം ചിലവഴിക്കാത്ത സ്റ്റാളുകളിലേക്ക് ആളുകൾ കയറുന്നത് നിർത്തി. കാരണം അയാൾ ആരാണെന്ന് അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാമെന്നത് തന്നെ. അങ്കിൾ എന്താ ഒന്നും നോക്കാതെ പോകുന്നത്? ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അദ്ദേഹം ഓരോ സ്റ്റാളിലും പെട്ടെന്ന് കയറിയിറങ്ങുന്നത് കണ്ടപ്പോൾ തോന്നിയ സംശയം ഹൃതിക മറച്ചു വെക്കാതെ തന്നെ ചോദിച്ചു. ഒറ്റ ഒരെണ്ണം കൊള്ളില്ല മോളെ. എന്തിനാണോ എന്തോ ഇതൊക്കെ കെട്ടിപ്പറക്കി യുവമാരൊക്കെ ഇങ്ങോട്ട് വന്നത്. ഏതെങ്കിലും ഒന്നിന് കോളിച്ചുണ്ടായിരുന്നെങ്കിൽ പറയായിരുന്നു. നമ്മുടെ ഡയമണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് എവിടെ എത്തിയേനെ അല്ലേ അങ്കിൾ? തരകനും ഹൃതിക പറഞ്ഞതിന് എതിരഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മുന്നോട്ട് പോയപ്പോഴാണ് തരകന്റെ നോട്ടം ഒരു സ്റ്റാളിൽ വെച്ചിരുന്ന ഡയമണ്ടിലേക്ക് വീണത്. അദ്ദേഹം അവിടെ നിന്നതും ആളുകളുടെയൊക്കെ ശ്രദ്ധ അവിടേക്കായി. ഹൃതികയും അയാൾ എന്തോ കണ്ടെത്തിയെന്ന വിചാരത്തോടെ അവിടെ നിന്നു. അതൊരു അപൂർവമായ ഡയമണ്ടാണെന്ന് കണക്കുകൂട്ടി തരകൻ സ്റ്റാളിൽ നിന്ന ആളിനോട് അതിന്റെ വില ചോദിച്ചപ്പോൾ അയാൾ 10 ലക്ഷമെന്ന് മറുപടി നൽകി. അവർക്ക് പിറകിലുണ്ടായിരുന്ന കണ്ണൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വില കേട്ട തരകൻ അത് കൂടുതലാണെന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു. പക്ഷേ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ ആ കല്ല് തനിക്ക് വേണമെന്ന് പറഞ്ഞു. തരകൻ അടക്കമുള്ള എല്ലാവരും കണ്ണുമിഴിച്ചു. കാരണം തരകനെ പോലെ ഒരാൾ റിജക്റ്റ് ചെയ്ത ഡയമണ്ടാണ് ഒരാൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹൃതിക അവനെ പുച്ഛത്തോടെ നോക്കി. തരകൻ മുന്നോട്ട് വന്നു. കണ്ണാ, നീ ഇത് എന്തു ഭാവിച്ച? അതിനത്ര വിലയൊന്നുമില്ല. നീങ്ങ വന്നേ, വെറുതെ കാശ് കളയാനായിട്ട്. പക്ഷെ കണ്ണൻ തരകനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അവന്റെ ആ ചിരിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുള്ളതുപോലെയാണ് തരകന് തോന്നിയത്. ഞാനത് നോക്കട്ടെ സാർ. എനിക്ക് എന്റെ ഭാഗ്യമൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചിലപ്പോൾ എന്റെ മാവും പൂത്താലോ. ഹൃതികയെ കൂടി ഒളി കണ്ടിട്ട് നോക്കിയാണ് അവന്റെ പറച്ചിൽ. എല്ലാവരുടെയും നോട്ടം കണ്ണന്റെയും തരകന്റെയും മേലായിരുന്നു. അവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നതായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. കണ്ണൻ ആ നിമിഷം എടുത്ത തീരുമാനം ശരിയായിരുന്നോ?